ജനവിധി ആർക്കൊപ്പം എന്ന സസ്പെൻസ് അവസാനിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. നമ്മളോടൊപ്പം തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി CP ജോൺ കൂടി ചേരുന്നുണ്ട്. നാളെ പെട്ടി തുറക്കും. എന്താണ് വിജയപ്രതീക്ഷ? സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ ഐക്യജനാധിപത്യ മുന്നണി വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു മാർജിനിൽ ജയിക്കുമെന്ന് തന്നെയാണ് കണക്കാക്കിയിട്ടുള്ളത്. അതൊരു അതിരുകടന്ന അവകാശവാദമല്ല. കാരണം പല പ്രാവശ്യം ജയിച്ചിട്ടുള്ളതാണ്. അപൂർവം തവണ ചെറിയ പരാജയം ഉണ്ടായിട്ടുള്ളതുകൊണ്ട് ജയിക്കാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. ഒരു സാമ്പത്തിക വിദഗ്ധൻ കൂടിയാണ്. ഈ UDF ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് കേരളം വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു എന്നുള്ളതാണ്. UDF സർക്കാർ വരികയാണെങ്കിൽ ഈ സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ മറികടക്കാൻ സാധിക്കുമോ? UDF ഗവൺമെൻറ് വന്നതിന് ശേഷം അതിനെക്കുറിച്ച് പറഞ്ഞാൽ മതിയെങ്കിൽ പോലും പൊതുവിൽ ഞങ്ങൾ ധവളപത്രമൊക്കെ പ്രതിപക്ഷം തന്നെ ധവളപത്രം ഇറക്കിയ ഒരു കാലമാണല്ലോ. അപ്പോൾ ഞങ്ങൾ അന്ന് പറഞ്ഞ കാര്യം ആവർത്തിക്കുക, അല്ലാതെ ഗവൺമെൻറ് വന്നതായി ഭാവിച്ചിട്ടൊന്നും പറയാമെന്ന് വിചാരിക്കരുത്. അതൊക്കെ എണ്ണിയിട്ട് ശേഷമേ പറയാൻ പാടുള്ളൂ. അപ്പോൾ ഗവൺമെൻറ് വരുമോ ഇല്ലയോ എന്നുള്ളതല്ല, കേരളത്തിൻ്റെ പൊതുധനസ്ഥിതി അല്ലെങ്കിൽ പബ്ലിക് ഫിനാൻസ്, ആ പബ്ലിക് ഫിനാൻസ് കുറേ കറക്ഷൻ ആവശ്യപ്പെടുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ കൺസംഷൻ റേറ്റ്, ഇപ്പോൾ നിങ്ങൾ സാമ്പത്തികം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് ആരും അത് കേൾക്കാൻ താല്പര്യം ഉണ്ടാവില്ല. കൺസംഷൻ റേറ്റ് അനുസരിച്ചാണ് നമ്മുടെ ടാക്സ് ONC അല്ലെങ്കിൽ നികുതി വരേണ്ടത്. അത് വന്നിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ വിമർശനത്തിൻ്റെ കാതൽ. നല്ല രീതിയിൽ കൺസംഷൻ നടക്കുകയും എന്നാൽ അതനുസരിച്ചിട്ടുള്ള ടാക്സ് കളക്ട് ചെയ്തെടുക്കുകയും ചെയ്തിട്ടില്ല. ഇപ്പോൾ ചെക്ക് പോസ്റ്റുകളില്ലാത്തൊരു റെഷീമാണല്ലോ ഇപ്പോൾ ഉള്ളത്. ചെക്ക് പോസ്റ്റ് ഇല്ലാത്ത കാലം. പണ്ട് ചെക്ക് പോസ്റ്റുകളായിരുന്നു നമ്മുടെ നികുതിയുടെ ആ ഒരു വടി, ഒരു സ്റ്റിക്കായിട്ട് നമ്മളിവിടെ ഇരിക്കുകയാണ്. ഇപ്പോൾ അതിന് പകരം ഇപ്പോൾ നമ്പർ പ്ലേറ്റുകളാണ്. അപ്പോൾ ഈ നമ്പർ പ്ലേറ്റുകളിലേക്ക് നോക്കിയാൽ ചരക്ക് എന്താണെന്നറിയുന്ന ആധുനിക സജ്ജീകരണങ്ങളുണ്ട്. അവിടെയൊക്കെയാണ് AI ഒക്കെ ഉപയോഗിക്കേണ്ടത്. ഇപ്പോൾ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടോ എന്ന് നോക്കാൻ AI ക്യാമറ വെച്ചു. ഇപ്പോൾ ഈ വഴുതക്കാട് ജംഗ്ഷനിലൊരു ക്യാമറ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ ക്യാമറ കാണാനില്ല. റോഡ് വികസനം വന്നപ്പോൾ എടുത്ത് എവിടെ കൊണ്ടു കളഞ്ഞു. അപ്പോൾ നമുക്ക് ആവശ്യം ഈ പബ്ലിക് ഫിനാൻസിനെ ശക്തമാക്കുന്നതിന് വേണ്ടി എല്ലാ ആധുനിക രീതികളും ഉപയോഗിച്ചുകൊണ്ടുള്ള ആരെയും ബുദ്ധിമുട്ടിക്കാത്ത പരിശോധനകളും കളക്ഷനൊക്കെയാണ് വേണ്ടത്. അതൊക്കെ പുതുതായിട്ട് വരുന്നൊരു ഗവൺമെൻറ് UDF ഗവൺമെൻറ് ആണെങ്കിൽ അവർ ഭംഗിയായി ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയം പരിശോധിക്കുകയാണെങ്കിൽ 4 പതിറ്റാണ്ട് നീളുന്ന രാഷ്ട്രീയ ജീവിതമാണ്. ഒരു തിരഞ്ഞെടുപ്പിലും വിജയിച്ചിട്ടില്ലെങ്കിൽ കൂടി സാധാരണക്കാരൻ്റെ മനസ്സിൽ പതിഞ്ഞൊരു മുഖമാണ് CP ജോണിൻ്റേത്. UDF വലിയൊരു വിജയ പ്രതീക്ഷയാണ് അങ്ങയിൽ അർപ്പിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഞാൻ വിജയിക്കുകയാണെങ്കിൽ ഒരു സ്ഥാനാർത്ഥിയാണല്ലോ. എന്നിൽ അർപ്പിച്ചിട്ടുള്ള വിശ്വാസം, സ്നേഹം, അതേപോലെ തന്നെ ഭയങ്കരമായ കരുതൽ, അതൊക്കെ ഞാൻ ഇത്തവണ രണ്ടിന് മുമ്പ് ഞാൻ ചെറിയൊരു വോട്ടിനാണ് ആദ്യം പരാജയപ്പെട്ടത്. അപ്പോൾ എപ്പോഴും നമ്മൾ തിരഞ്ഞെടുപ്പിന് നിൽക്കുമ്പോൾ അത് എനിക്ക് മാത്രമല്ല, പൊതുപ്രവർത്തകരോട് നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയ പ്രവർത്തകരും അവരുടെ കുടുംബങ്ങളും അവരുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ കാണിക്കുന്ന സ്നേഹവായ്പ എന്ന് പറയുന്നത് മറ്റ് സ്റ്റേറ്റുകളിലെ കാര്യം നമുക്കറിയാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല, നമുക്ക് അത്ഭുതകരമാണ്. അത് ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന രീതിയിൽ ആവോളം അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അവരെ ഒരു സഹോദരനായിട്ടും അവരുടെ ഒരു അമ്മാവനായിട്ടും അല്ലെങ്കിൽ അനുജനായിട്ടും ചേട്ടനായിട്ടും ഒക്കെ കണ്ടുകൊണ്ട് അവരുടെ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെയാണ്. എന്നെ മാത്രമല്ല, ആയിരക്കണക്കിന് രാഷ്ട്രീയ നേതാക്കളെയും പ്രവർത്തകരെയും അവരുടെ പ്രവർത്തകർ കാണുന്നത്. അത് ഇപ്പം ഞങ്ങളിലൊക്കെ കുറേ ആളുകളൊക്കെ പല രാഷ്ട്രീയ പാർട്ടികളിലും ഉള്ള ആളുകൾ അവരുടെ ആളുകളുമായിട്ട് വളരെ അടുപ്പമുണ്ട്. അതുകൊണ്ട് കേരള രാഷ്ട്രീയത്തിന് എന്ത് ന്യൂനതയുണ്ടെങ്കിലും ആ കേരള രാഷ്ട്രീയത്തിൻ്റെ പ്രതിനിധികളെ നേതാക്കന്മാർ എന്ന് വിളിക്കാം, അവരോട് അണികളും ജനങ്ങളും കാണിക്കുന്ന സ്നേഹവും കരുതലും അടുപ്പവും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ഒരാൾ മത്സരിക്കുമ്പോൾ പല മതവിഭാഗങ്ങളിൽപ്പെട്ട ആൾക്കാർ അവരുടേതായിട്ടുള്ള രീതിയിൽ പ്രാർത്ഥനകൾ, വഴിപാടുകൾ, ഇതൊക്കെ അവരുടെ സ്വന്തക്കാർക്ക് വേണ്ടി മാത്രമല്ലേ ചെയ്യുള്ളൂ, അല്ലേ? അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്നതായിട്ട് കാണാം. അപ്പോൾ അതൊക്കെ നമ്മൾ കാണുമ്പോൾ എന്തിനാണ് ഞങ്ങളെപ്പോലുള്ള പ്രവർത്തകരെ ഇത്രയും കഠിനമായി ഇഷ്ടപ്പെടുന്നത് എന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. അതിനനുസരിച്ച് നമുക്ക് ആ സ്നേഹത്തിന് പൊതുവിൽ ഉള്ള രാഷ്ട്രീയ നേതൃത്വത്തിന് തിരിച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് മാത്രമേ എനിക്ക് സംശയമുള്ളൂ. അടുത്ത UDF സർക്കാർ വരികയാണെങ്കിൽ
അനന്തപുരിയുടെ മണ്ണിൽ നിന്നും സെൻട്രൽ മണ്ഡലത്തിൽ നിന്നും ഒരു മന്ത്രിസ്ഥാനം പ്രതീക്ഷ? വരട്ടെ, വന്നതിന് ശേഷം ഇഫ് ആൻഡ് ബട്ട്സ് നമുക്ക്, ഞാൻ 1-2 ചാനലിനോട് പറഞ്ഞു, ഇനിയിപ്പോൾ ഇഫ് ആൻഡ് ബട്ട് ഇല്ല, ലെറ്റ് ഇറ്റ് കം. എല്ലാവിധ താങ്ക് യു വെരി മച്ച് ദേവിക. വലിയ വിജയപ്രതീക്ഷ തന്നെയാണ് CP ജോൺ പങ്കുവയ്ക്കുന്നത്. ക്യാമറാമാൻ അഭിറാമിനൊപ്പം ദേവിക ചന്ദ്രൻ, അമൃത ന്യൂസ്, തിരുവനന്തപുരം.